ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ, എനിക്ക് വേണ്ട, ഏകനും അദ്വിതീയനുമായ ഈശ്വരൻ, ആ ഈശ്വരൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, ദേവതാഭാവങ്ങൾ, ഇത് മനസ്സിലാക്കാതെ ദേവതാഭാവങ്ങൾ മാത്രം മനസ്സിലാക്കി ഭജിക്കുന്നവർക്കാണ് ഇപ്പൊ പറഞ്ഞ ശ്രദ്ധ നൽകലും അനുഗ്രഹം നേടലും ഒക്കെ. ശരി. അപ്പൊ ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണെന്ന തിരിച്ചറിവുണ്ടെങ്കിലോ, അതില്ലാതെ പല ദേവതകളാണ് സത്യം എന്ന കാഴ്ചപ്പാട്ടിൽ ജീവിക്കുകയാണെങ്കിലോ, എന്താ ഗുണം, എന്താ ദോഷം? മനസ്സിലായില്ല? ചോദ്യം മനസ്സിലായില്ല? ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ആ ഈശ്വരന്റെ ഭാവങ്ങളാണ് ദേവതാഭാവങ്ങൾ, ഭേദങ്ങൾ എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നില്ല. വ്യത്യസ്ത ദേവതാഭേദങ്ങളെ തന്നെ സത്യമെന്ന് കണക്കാക്കുന്നു. അതിനെന്താണ് ദോഷം? ചോദ്യം അതാണ് പറയുന്നത്. യസ്മാത് അന്തവസാധന വ്യാപാരാഹ അവിവേകിനഃ കാമിനഃ ച തേ. അതഃ യസ്മാത് അന്തവസാധന വ്യാപാരാഹ അവിവേകിനഃ കാമിനഃ ച തേ. അതഃ അവര് അന്തവസാധന വ്യാപാരാഹ, അവസാനമുള്ള താത്കാലികമായ നശ്വരമായ സാധന വ്യാപാരങ്ങളോട് കൂടിയവരാണ്. സാധനകളോടും ചേഷ്ടകളോടും കൂടിയവരാണ്. ചെറിയ കാഴ്ചപ്പാടുകളേ ഉള്ളൂ. എനിക്കത് കിട്ടണം, ഇത് കിട്ടണം, ഇങ്ങനെ താത്കാലികങ്ങളായ സങ്കല്പങ്ങൾ. ആ താത്കാലികങ്ങളായ സങ്കല്പങ്ങളെ പൂരണം ചെയ്യുന്നതിനുള്ള ക്രിയകൾ, ചേഷ്ടകൾ, സാധനങ്ങൾ. അതിനപ്പുറത്തേക്ക് ശാശ്വതമായ നിത്യസത്യത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. വളരെ രസകരമായൊരു ഭാഷയിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന കഥയുണ്ട്. ചക്രവർത്തി ഗ്രാമത്തിലേക്ക് എഴുന്നള്ളുന്നു. അപ്പോൾ ഗ്രാമവാസികൾക്കെല്ലാം ചക്രവർത്തിയെ കാണാനുള്ള അവസരമാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പോൾ ഓരോരുത്തർ സ്ഥലം, വീട്, നാട്, അത് ഇത് പലതും ചോദിക്കാൻ പുറപ്പെടുക. എന്ത് ചോദിച്ചാലും കൊടുക്കുക. അപ്പോൾ ഒരാൾ, അയാൾക്ക് പ്രത്യേകിച്ചും ചോദിക്കാനില്ല. അപ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന്, നിങ്ങൾ എന്താ മേപ്പട്ടിക്ക് അട്ടവും നോക്കി ഇരിക്കണത്, എന്താ വിചാരിച്ച്, ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ എന്താ ഇവിടെ ഉള്ളത്, എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കളയാം. അങ്ങനെ ചക്രവർത്തിയുടെ അടുത്ത് പോയി, ഇത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും കണ്ടുണ്ടാവുക അല്ലേ, ക്യൂ നിന്ന് വരിവരിയായിട്ട് പോയി അവിടെ എത്തി. അവസാനം എന്താ വേണ്ടോ, ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ ഒരു 200 ഗ്രാം കുമ്പളങ്ങ കിട്ടിയാൽ തിരക്കേടില്ല, അത് കൊടുത്തോളൂ കേട്ടോ എന്ന് കൽപ്പിച്ചു ചക്രവർത്തി. ചോദിച്ച തെറ്റാണോ ശരിയാണോ? തെറ്റും ശരിയൊന്നുമില്ല. അയാളുടെ മനസ്സിൽ വന്നത് ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ 200 ഗ്രാം കുമ്പളങ്ങയാണ്. ആരോടാ ചോദിക്കുന്നത്? പച്ചക്കറി കച്ചവടക്കാരനോടാണോ? അല്ല, ചക്രവർത്തിയോടാ. ഇനിയൊന്ന് ചോദിക്കേണ്ടതില്ലാത്ത തലത്തിലേക്ക് എത്താമായിരുന്നു. പക്ഷെ ഇതാ ചോദിച്ചത്. ഇതാണ് അല്പങ്ങളായ സാധനകൾ, അല്പങ്ങളായ വ്യാപാരങ്ങൾ, അല്പങ്ങളായ പ്രാർത്ഥനകൾ. നമ്മളിൽ ഭൂരിഭാഗം ഇങ്ങനെയല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. അതെ, നമ്മൾ 200 ഗ്രാം കുമ്പളങ്ങയായിട്ട് കഴിയുന്നവരാ. അത് പോരെ, മതി, തൃപ്തിയുള്ളവർക്ക് അത് മതി, പോരായി ഒന്നുമില്ല. എന്തിനാ അധികം ചോദിക്കണത്? നാളത്തെ കാര്യം നാളെ നോക്കിയാൽ പോരെ. അത് ശരിയാ, തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ
അവിടെ പക്ഷേ ഇല്ലേ? ഒന്ന് ആലോചിച്ചു. കാരണം ചക്രവർത്തിയുടെ അടുത്താ പോണതേ. അവിടുന്നാണ് ചോദിക്കണത്, ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാൻ 200 ഗ്രാം കുമ്പളങ്ങ. നമ്മളിവിടെ പലപ്പോഴും ഓർമ്മിച്ചിട്ടുള്ളൊരു ദൃഷ്ടാന്തമുണ്ട്. എത്രയോ പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ എത്ര പറഞ്ഞാലും അത് മടുക്കണില്ല. ഒരു ഗോപാലൻകുട്ടി മേനോനുണ്ടായിരുന്നു പാലക്കാട്. അദ്ദേഹം നമ്മുടെ ക്ലാസ്സിന് സ്ഥിരം വരുന്ന ആളായിരുന്നു. വേദാന്തത്തിൻ്റെ അങ്ങറ്റം അറിയുന്ന ആളാണ്. വേദാന്തത്തിൽ അദ്ദേഹത്തിന് പഠിക്കാൻ ഒന്നും ബാക്കിയില്ല, എല്ലാം പഠിച്ച ആളാണ്. പക്ഷെ എന്നാലും അയാൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ താല്പര്യത്തോടു കൂടി വരും, കേട്ടിരിക്കും. നല്ല പ്രായമുണ്ട് ആ കാലത്ത്. ആ കേട്ടിരിക്കണതിൽ ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. കാരണം അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് പൊടി വലിക്കണം. അപ്പോൾ ഈ പൊടി വലിക്കണ ചിദാനന്ദപുരി സ്വാമി കാണാൻ പാടില്ല. അപ്പം ഞാൻ കാണില്ല കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ പ്രഭാഷണത്തിനിടയ്ക്ക് ഒന്നിങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഇയാൾ കയ്യിൽ തട്ടി വെക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് അയാൾ വലിക്കും. അത് ഞങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അയാൾ പൊടിയും വലിക്കും, ഞാൻ പ്രഭാഷണവും ചെയ്യും, അയാൾ കേൾക്കുകയും ചെയ്യും. രണ്ടാളും സന്തോഷമായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഇദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഈ സംഭവം അദ്ദേഹം എന്നോട് പറയണത് ഒരു 93 കാലഘട്ടത്തിലായിരിക്കും. 1993, 92, 93 കാലഘട്ടത്തിലായിരിക്കും. കാരണം ആ കാലഘട്ടത്തിലാണ് കോട്ടായിൽ എല്ലാ മാസവും ക്ലാസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. അതായത് പുട്ടപർത്തിയിൽ സത്യസായി ബാബ അത്ര പ്രസിദ്ധനൊന്നും ആയിട്ടില്ല. എന്നാലും ഭക്തന്മാരുണ്ട്. ഒരു 100 പേരൊക്കെ ഉണ്ടാവും അത്രേ ആ കാലത്താണ്. ഇദ്ദേഹം വളരെ ചെറുപ്പമാണ്. ഇദ്ദേഹത്തിന് സായിബാബയെ കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അങ്ങനെ കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്ന് അവിടെ പോയി, പുട്ടപർത്തി പോയി. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ അന്ന് ആ കാലത്ത്. അപ്പോൾ ഇദ്ദേഹം അടുത്തെത്തി, ഊഴെത്തി. അപ്പോൾ സായിബാബ ചോദിച്ചു അത്ര എന്താ വേണ്ടത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത്രേ, എനിക്ക് ജ്ഞാനം വേണം. ഉടനെ സായിബാബ അവിടുന്ന് ഇരുന്നെടുത്ത് ഒരൊറ്റ ചാടി എണീറ്റിട്ട് ഇദ്ദേഹത്തെ പിടിച്ചങ്ങോട്ട് പൊക്കിത്രേ. ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ രോമാഞ്ചം വരും. ഇദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. സായിബാബ ചെറിയ ആളാണല്ലോ, വളരെ ചെറിയ ശരീരമാണല്ലോ സത്യസായിബാബയുടേത്. അദ്ദേഹം പിടിച്ചാണ്ട് പൊക്കി ഇദ്ദേഹത്തെ. ഇവിടെ 100 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും കേസ് ജയിക്കണം, പെണ്ണ് വേണം, പണം വേണം, അത് ശരിയാവണം, ഇത് ശരിയാവണം എന്നല്ലാതെ നീയാണ് ആദ്യമായിട്ട് എന്നോട് ജ്ഞാനത്തിന് ചോദിച്ചത്. അപ്പം പ്രാർത്ഥനക്കാർ ദിവസമുണ്ട്. എന്താ ചോദിക്കണത്? കേസ് ജയിക്കണം, കുട്ടികൾക്ക് നല്ല മാർക്ക് വേണം, ഇല്ലേ, മോളെ കല്യാണം നടക്കണം, അനിയൻ്റെ മക്കൾ എൻ്റെ മക്കളോളം നന്നാവാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പല പ്രാർത്ഥനകളാണ്. നീയാണ് ആദ്യമായിട്ട് ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ബാബ പറഞ്ഞു അത്രേ, നിനക്ക് തത്വോപദേശം ചെയ്യുന്ന ഗുരുനാഥന്മാരെ കിട്ടും എന്ന് പറഞ്ഞു അത്രേ. അത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് രോമാഞ്ചം ഉണ്ടാവും ആ ഒരു അനുഭവം പറയുമ്പോൾ. ഇതാണ് ലോകസാധാരണയായിട്ട്. അതാണ് 200 ഗ്രാം കുമ്പളങ്ങയിൽ കുടുങ്ങിയവരാണ് നമ്മൾ മിക്ക പേരും, ഇല്ലേ? അത് സംശയമില്ല. ആ 200 എന്നുള്ളത് ചിലപ്പോൾ 500 ആവും, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ കുമ്പളങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ 1-2 കൂടി കൂട്ടിന്ന് വരും. കാബേജും പച്ചമുളകും ഒക്കെ നമ്മൾ കൂട്ടിന്ന് വരും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട. അത് ഒരു തരത്തിൽ നല്ലതാട്ടോ, ഇല്ലേ? സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അതാണ് ഭഗവാൻ പറയണത്, അന്തവസാധന വ്യാപാരാഹ, അല്പങ്ങളായ നശ്വരങ്ങളായ സാധന വ്യാപാരങ്ങളോട് കൂടിയവരാണ് അവർ. അവിവേകികളാണ് ഈ കാമികൾ.
അത് ആ കാമത്തിൽ മാത്രമാണ് കൊടുക്കുന്നത്. സർവകാമത്വത്തിലേക്ക് എത്താമായിരുന്നു. സർവകാമത്വത്തിലേക്ക് എത്താകുന്ന അവസ്ഥയിലാണ് ഈ അല്പകാമത്തിൽ നമ്മൾ കുടുങ്ങുന്നത് എന്ന് പറയുക. അതിനാണ് ഭജന ചെയ്യണത്, തപസ് ചെയ്യണത്, ദേവതകളെ പ്രത്യക്ഷാക്കുന്നത്, ഉപാസന ചെയ്യണത് ഒക്കെ ഒക്കെ കഷ്ടം എന്ന് പറയുകയാണ്. വ്യക്തമാണല്ലോ. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? അന്ധവത്വ ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താ യാന്തി മാമപി. അന്ധവത്വ ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താ യാന്തി മാമപി. തേഷാം അവർക്ക്, ആർക്ക്? അല്പമേധസാം, അല്പബുദ്ധികളായവർക്ക്. ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലാത്ത കുഴപ്പമില്ല. പക്ഷെ ബുദ്ധി എന്ത് ബുദ്ധിയാണ്? അല്പബുദ്ധിയാണ്. ഈ 200 ഗ്രാം കുമ്പളങ്ങയിൽ ഒതുങ്ങിയ ബുദ്ധിയാണ്. യമൻ നചികേതസിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ലോകാവസാനം വരെയുള്ള ആയുസ് തരാം, അപ്സരസുകളെ ശുശ്രൂഷിക്കാൻ തരാം, കുതിര, ആന, കാലാൾ, അത് ഇത്, സ്വർണം, രത്നം എല്ലാം. അവിടെ നചികേതസ് പറയുന്നുണ്ട്, നിന്നെ ഇവിടെ വന്ന് കാണാൻ എനിക്ക് കഴിയുമെച്ചാൽ അതൊക്കെ നിന്റെ വരയില്ലാണ്ട് തന്നെ നേടാനും എനിക്ക് കഴിയും. പിന്നെ ആയുസല്ലേ, ജീവിഷ്യാമോ യാവത് ഈ ശിഷ്യസിത്വം, എത്ര കാലം നീ യമപദവിയിൽ ഇരിക്കും അത്രയും കാലം എനിക്ക് ജീവിക്കുകയും ചെയ്യാമല്ലോ, അതിന് വരവൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ജ്ഞാനം മാത്രം മതി എന്ന് ഉറച്ചു പിടിച്ചു നചികേതസ്. അല്പമേധസാം, അല്പബുദ്ധിയോട് കൂടിയവര് ഈ താൽക്കാലികമായതിൽ പെട്ടുപോവുകയാണ്. അപ്പൊ അവർക്ക് എന്താ ഫലം കിട്ടില്ലേ? കിട്ടും. തേഷാം ഫലം, അവരുടെ ഫലം അന്തവത്, അവസാനമുള്ളതാണ്, താൽക്കാലികമാണ്, തീർന്നു പോകുന്നതാണ്. കാരണം അതേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പരമാവധി ഇപ്പം എന്തൊക്കെയാ പ്രാർത്ഥിക്കാന്ന് ആലോചിച്ച് വെക്കുക. സ്വർഗം വരെയൊക്കെ പോവാല്ലേ? എന്താ, സ്വർഗം വരെയൊക്കെ പോവാം, അത് നശിക്കുന്നതാണ്. അതാ പറഞ്ഞ 200 ഗ്രാം എന്നുള്ളവർ 500 വരെയൊക്കെ എത്താം, അതിൽ കൂടുതലൊന്നും പോയില്ല. അന്തവത്തു ഫലം തേഷാം, അവരുടെ ഫലം അവസാനമുള്ളവയാണ്, അന്തത്തോടു കൂടിയവയാണ്. അന്തവത്വ ഫലം തേഷാം തദ്ഭവത്തി അല്പമേധസാം, അല്പബുദ്ധികളായിട്ടുള്ളവർക്ക്. കാരണം അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് അവസാനത്തോടു കൂടിയ ഫലമാണ് കിട്ടുന്നത്. അനൽപമായ പൂർണ്ണതയിലേക്ക് ഉയരാനുള്ള, ഇനിയൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താമായിരുന്നു. വേണ്ടതുപോലെ മനുഷ്യജീവിതത്തെ ഒന്ന് വിനിയോഗിച്ചാലും. പക്ഷെ തോന്നണ്ടേ? ആരെയും കുറ്റമല്ല അത്, ആണോ? കുറ്റം പറയാൻ പാടില്ല, ലോകത്തിൽ ഒരാളെ കുറ്റം പറയാൻ പാടില്ല. അത് അത്രേ തോന്നുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞ 200 എന്നുള്ളത് ചിലപ്പോൾ 500 ഗ്രാമൊക്കെ ആവാം, അതിന് മുകളിലേക്ക് ഇല്ല. നോക്കൂ, അന്ധവത്വ ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി. ദേവന്മാരെ പ്രത്യേകം 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 ദേവതകളെ പൂജിക്കുന്നവർ അതത് ദേവതയെ പ്രാപിക്കുന്നു.
അതത് ദേവതയാൽ വിഹിതമായ ഫലങ്ങളെ അനുഭവിച്ച് അതത് വിധാനത്തിൽ പോയി അതിനെ പ്രാപിക്കും. മത് ഭക്താഹ യാന്തി മാം അപി. എൻ്റെ ഭക്തന്മാരാകട്ടെ, ഇതെല്ലാം ഏകമാണ്, അദ്വിതീയമാണ്, പല ദേവതകൾ പലതല്ല, ഏകനും അദ്വിതീയനുമായ പരമാത്മാവിൻ്റെ പ്രകടിത ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കി ആ പരമമായ സത്യത്തെ ഭജിക്കുന്നവർ അതിനെ പ്രാപിക്കുന്നു. നമ്മൾ എന്തിനെ ഭജിക്കുന്നു അതിനെ പ്രാപിക്കുന്നു. അപ്പൊ അനൽപമായ അനശ്വരമായ പദത്തെ പ്രാപിക്കാനുള്ള അധികാരം, യോഗ്യത നമുക്കുണ്ട്. യോഗ്യതയുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ മനുഷ്യരാണ്. ഇനി അല്പങ്ങളായ കാര്യങ്ങളെ സാധിക്കാനുള്ള യോഗ്യതയും നമുക്കുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ മനുഷ്യരാണ്. പരം ശ്രേയസ്സിനെ പ്രാപിക്കാൻ അധികാരം ഉണ്ടായിട്ടും അത് തിരിച്ചറിയാതെ പോകുന്നല്ലോ എന്നൊരു സങ്കടം ഈ ഈ ഈ വാക്യത്തിലുണ്ട്. അന്ധവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി. ദേവന്മാരെ പൂജിക്കുന്നവർ അതത് ദേവതകളെ പ്രാപിക്കുന്നു. മദ്ഭക്താഹ, അവിടെ മദ്ഭക്താഹ എന്നുള്ളിടത്ത് ശ്രീകൃഷ്ണന്റെ, വിഷ്ണുവിൻ്റെ എന്നൊന്നും അർത്ഥം പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അതൊരു ദേവതയാണ്. ഇസ്കോണൊക്കെ അങ്ങനെയാ വ്യാഖ്യാനിക്കുക. അവർക്കിത് വളരെ എളുപ്പമുള്ള ശ്ലോക. കാരണം നിങ്ങൾ മറ്റ് വിഷ്ണുവെയോ ശിവനെയോ ബ്രഹ്മാവിനെയൊക്കെ ഭജിച്ചാൽ നശിക്കുന്ന ഫലത്തെയാണ് കിട്ടുക. എന്നെ കൃഷ്ണനെ ഭജിച്ചാൽ നശിക്കാത്ത ഫലത്തെ കിട്ടും. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് 2 പറച്ചിലും കൂടി പറഞ്ഞാൽ കേമായി. അതെ, മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് ഗീത സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് പറഞ്ഞ ഉടനെ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട് ദുർവിജ്ഞേയാർത്ഥം എന്ന്. ദുർവിജ്ഞേയാർത്ഥമാണ്, മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഇങ്ങനെയുള്ള ചില ഉടക്ക് സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം മറ്റു ദേവന്മാരെ ഭജിക്കുന്നവർക്ക് അല്പഫലമാണ്, ഞാനാകുന്ന ശ്രീകൃഷ്ണദേവനെ ഭജിച്ചാൽ അനൽപഫലമാണെന്ന് പറഞ്ഞാൽ പോയില്ലേ? അതെവിടെ യുക്തിയുടെ മുമ്പിൽ നിൽക്കുക? അതുകൊണ്ടാണ് ദുർവിജ്ഞേയാർത്ഥം, മനസ്സിലാക്കാൻ വളരെ വിഷമകരമായ അർത്ഥത്തോടു കൂടിയതാണ് എന്ന് പറയുന്നത്. വ്യക്തമാണോ? അപ്പോൾ അവിടെ രണ്ടും നമുക്ക് സാധിക്കുന്ന അർത്ഥം. വ്യത്യസ്ത ദേവതകളെ താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടി ഉപാസിച്ച് അതത് കാര്യലാഭം നേടാനും നമുക്ക് സാധിക്കും. അല്ല, പരമമായ സത്യസ്വരൂപം ഏകമാണെന്ന തിരിച്ചറിവിലൂടെ ആ പൂർണ്ണതയിലേക്ക് ഉയരാനുള്ള സാധ്യതയും നമുക്കുണ്ട്. 2 സാധ്യതയും കൊണ്ടാണ് നമ്മളെ വിട്ടിട്ടുള്ളത്. ഏതാ വേണ്ടു നമ്മളാണ് തീരുമാനിക്കേണ്ടത്. 2 മോശമല്ല കേട്ടോ. മോശത്തൊന്നിനെ കുറിച്ചും പറയാൻ പാടില്ല. നേരത്തെ കഥയിൽ 200 ഗ്രാം കുമ്പളങ്ങ വാങ്ങിയാൽ മോശക്കാരനാ? അല്ല, ഒരിക്കലും അല്ല. പക്ഷെ ഈ വ്യത്യാസം വേർതിരിച്ച് പറയുകയാണ്. വ്യക്തമാണല്ലോ? നോക്കൂ ഭാഷ്യം. അന്തവത് വിനാശി തു ഫലം തേഷാം തദ്ഭവതി അല്പമേധസാം അല്പപ്രജ്ഞാനാം ദേവാൻ ദേവയജോ യാന്തി ദേവാൻ യജന്തി ഇതി ദേവയജഃ തേ ദേവാൻ യാന്തി മദ്ഭക്ത യാന്തി മാം അപി ഏവം സമാനേ അപി ആയാസേ മാമേവ ന പ്രപദ്യന്തെ അനന്തഫലായ അഹോ ഖലു കഷ്ടം വർത്തന്തെ ഇതി അനുക്രോധം ദർശയതി ഭഗവാൻ.
അനുക്രോശമായിരിക്കും അവിടെ. അനുക്രോധം എന്നാണുള്ളത്. അതിലെന്താ ഉള്ളത്? അതിൽ ആ പുസ്തകം അനുക്രോശമാണ് ശരി. അതാ ശരി. കാരണം ക്രോധിക്കേണ്ട വിഷയമല്ലല്ലോ ഇത്, സങ്കടപ്പെടേണ്ട വിഷയമാണത്. കഷ്ടപ്പാട്, ഭഗവാൻ തന്നെ കഷ്ടപ്പാട്. നോക്കൂ, അന്തവത് വിനാശി തു ഫലം തേഷാം തദ്ഭവതി അല്പമേധസാം അല്പപ്രജ്ഞാനാം ദേവാൻ ദേവയജോ യാന്തി ദേവാൻ യജന്തി ഇതി ദേവയജഃ തേ ദേവാൻ യാന്തി മദ്ഭക്താഃ യാന്തി മാം അപി ഏവം സമാനേ അപി ആയാസേ മാം ഏവ ന പ്രപദ്യന്തെ അനന്തഫലായ അഹോ ഖലു കഷ്ടം വർത്തന്തെ ഇതി അനുക്രോശം ദർശയതി ഭഗവാൻ. അപ്പോൾ അല്പങ്ങളായ ഫലങ്ങളാണ് അവർക്ക് കിട്ടുന്നത്. എന്തുകൊണ്ട്? അവർ അല്പങ്ങളായ കാഴ്ചപ്പാടുകളൊത്തവരാണ്, അല്പങ്ങളായ ആഗ്രഹങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആ അല്പം തരാൻ കഴിയുന്ന ആളെയെ സമീപിച്ചിട്ടുള്ളൂ. ശ്രദ്ധ അല്പാണ്, എല്ലാം അല്പാണ്. നേരത്തെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവെ മാത്രമേ അയാൾ കാണുന്നുള്ളൂ, അറിയുന്നുള്ളൂ. വേറൊരാൾ കാലിൽ നിന്ന് കിട്ടുന്ന മാത്രമേ അറിയുന്നുള്ളൂ, വേറൊരാൾ മൂക്കിൽ നിന്ന് കിട്ടുന്ന മാത്രമേ അറിയുന്നുള്ളൂ. ഇപ്പൊ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, അത്രേ അറിയുള്ളൂ. ഗോവിന്റെ ദേഹത്ത് ജീവിക്കുന്ന ആ ചെറിയ 6 കാലുള്ള ജന്തു ഉണ്ടല്ലോ, ചില നാട്ടിൽ ഉണ്ണി എന്നൊക്കെ പറയും. എന്താ എന്ത്? അത് തന്നെ, 6 കാലുള്ള ചെറിയൊരു ജന്തു പശുവിന്റെ ദേഹത്ത്. അതേ സാധനം പട്ടിയുടെ ദേഹത്തും ജീവിക്കും, പൂച്ചയുടെ ദേഹത്തും ജീവിക്കും, വേണ്ടി വന്ന മനുഷ്യന്മാരുടെ ദേഹത്തും ജീവിക്കും. നമ്മളതിനെ പെറുക്കി കളയും ദേഹത്തെ പിടിച്ചാൽ. മനുഷ്യന്മാരുടെ ദേഹത്ത് സുഖമായി ജീവിക്കും, അതില്ല. നമ്മൾ അനുവദിക്കാത്തതുകൊണ്ടല്ലേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കൊടജാതിരിയൊക്കെ പോയിട്ട് കാട്ടിൽ താമസിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ദേഹത്ത് ഒരു 5 എണ്ണമെങ്കിലും ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അത് പിടിച്ച് പറിച്ച് കളയണം ദേഹത്തുനിന്ന്. കാരണം കാട്ടു ജന്തുക്കളെ ദേഹത്തുനിന്ന് നമ്മളെ ദേഹത്ത് കയറുന്നതാണ്. ചോദ്യം, ആ ജന്തുവിന് പശുവിന്റെ ദേഹത്ത് ജീവിക്കുന്ന സമയത്തും ദ്രവ്യം എന്താണെന്നറിയോ? ഇല്ല. അതിന് ഗവ്യം എന്താണെന്ന് അറിയില്ല. അതിന് രക്തം തന്നെ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. അപ്പൊ അത് രക്തം ആഗ്രഹിക്കും, അതിന് രക്തം കിട്ടും. അത് പശുവിന്റെ ദേഹത്ത് എത്തിപ്പെട്ടാലും രക്തമേ ചോദിക്കൂ. ചിന്തിക്കുക. ഇവിടെ നല്ല നേരം പോക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, നമുക്ക് വിശേഷമായ യാതൊരു കഴിവുമില്ല. ചാപ്പാടടിക്കുക, ഉറങ്ങുക എന്നല്ലാണ്ട് വേറെന്ത് കഴിവാണ് നമുക്കുള്ളത്? വേറൊരു കഴിവുമില്ല. എന്നാലും പാവം പിടിച്ച് ഓരോരുത്തർ വിചാരിക്കും ഈ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ കഴിവുള്ളവരാണ് എന്നും വിചാരിച്ചിട്ട് ഇവിടെ വരും. ചിലപ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും, സ്വാമീനെ ഒന്ന് പോയി കണ്ട് നമസ്കരിച്ച് ഒരു ചില്ലാൻ എന്തെങ്കിലും കൊടുത്തിട്ട് അനുഗ്രഹം മേടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്താ അനുഗ്രഹിക്കാനുള്ള കഴിവാണുള്ളത്? നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഇതിനെന്താ പ്രാർത്ഥിക്കുക? എൻ്റെ സ്വാമി, ജീവിതത്തിൽ ദുഃഖം കൊണ്ട് നിവൃത്തിയില്ല, ജീവിക്കാൻ തന്നെ തോന്നണില്ല. എന്താ കാരണം? മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയും, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതെ, സ്വാമീൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു.
ഞാൻ ചിലപ്പോൾ ചോദിക്കും, എന്തൊരു അമ്മയാ അത്, അമ്മേൻ്റെ പ്രാർത്ഥന ഈ സ്വാമിയുടെ കല്യാണം കൂടെ നടന്ന് കാണണമെന്ന് എന്താ അമ്മ പറയാത്തെ? സ്വാമിക്ക് എന്ത് പറഞ്ഞാലും തമാശയുള്ളൂ, അവൻ പറയാൻ പാടില്ല. സ്വാമി മോളെ കല്യാണം കഴിഞ്ഞ് 6 കൊല്ലമായി, കുട്ടികൾ ഉണ്ടായിട്ടില്ല, എനിക്കും ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്ന, ഇത് തന്നെ ചോദിക്കാനും പറയാനുള്ളൂ, ഇതിനപ്പുറത്ത് ഒന്നുമില്ലേ? ഇനി തരക്കേടില്ല, ഒരു 4 കെട്ടി 40 കുട്ടികളുള്ള ഒരാളെടുത്താൽ പോയിട്ട് ചോദിച്ചു വെച്ചാൽ തരക്കേടില്ല. ഇത് ഞങ്ങൾക്കിത് വേണ്ട പറഞ്ഞ് മാറിയിരിക്കണം കൂട്ടരെ എടുത്ത് വന്നിട്ട് അത് ചോദിക്കണത്. എന്തൊരു കഷ്ടം! സാനുക്രോശം അല്ലാണ്ട് എന്താ ഭഗവാന് തോന്നുക? മനസ്സിലായില്ല പറഞ്ഞത്? ഇതന്നെ ചോദിക്കാം. ചില സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ നിനക്കെന്താ പണി? നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനാ? ഞാനാരാ, നിന്റെ ഏജന്റോ? ചിന്തിച്ചു. ഇനി എന്ത് പ്രാർത്ഥിക്കണം എന്നാ പറയണമെന്ന് ചോദിച്ചാൽ കള്ളി വെളിച്ചത്താവും. എന്തൊക്കെ എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഈ ജീവിതം സ്വീകരിച്ചത്, അതൊക്കെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ നിൽക്കുവായിരുന്നു. മനസ്സിലായില്ല? ഇതിനേക്കാൾ നേരം പോക്കുണ്ട്. ശരിയായി പോകും. ഇവിടെ ആഴ്ചയിൽ ഒരു ആളെങ്കിലും വരാറുണ്ട്. ഒരു വലിയൊരു തളികയിൽ കുറേ പഴവും ഒരു തുണിയൊക്കെ വെച്ച് ഒരു 101 റുപ്യ അല്ലെങ്കിൽ 501 റുപ്യ അല്ലെങ്കിൽ 1001 റുപ്യ ഒക്കെ വെച്ചിട്ട്, സ്വാമി ജ്യോത്സ്യർ പറഞ്ഞ അയച്ചതാ, എന്താ പ്രശ്നം? സ്വാമീനെ ഒന്ന് വെച്ച് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാ. അത് സന്തോഷം, ചില്ലാൻ എത്ര കൂടുതലാണെങ്കിലും വെച്ചോളൂ, അതിന് യാതൊരു കുറവും വരുത്തണ്ട. ഉദ്ദേശം എന്താ? അതെനിക്ക് ജാതകത്തിൽ ഈ സന്യാസ യോഗമുണ്ട്, അതൊന്നും ഇല്ലാണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാ. എടാ മഹാഭാവി, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ആള് കൂടുതൽ വരുന്നതിനെ സന്തോഷിക്കല്ലേ ഞങ്ങൾ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആള് വരുന്നതിനെ ഇല്ലാണ്ടാക്കുമോ? എന്താ അഭിപ്രായം? ഒന്ന് യുക്തിപൂർവ്വം ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആള് വരുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യുക. അപ്പൊ നിന്റെ സന്യാസിയോഗം ഇല്ലാണ്ടാക്കാൻ ഞങ്ങൾ ചിന്തിക്കുവോ? ഓ, നല്ല സന്യാസിയായി വരട്ടെ എന്നല്ലേ മനസ്സുകൊണ്ട് പറയുള്ളൂ. അല്ല, ഏത് ജ്യോത്സ്യരാ ഇത് കുറിച്ചു കൊടുക്കണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതിന്റെ വൈരുദ്ധ്യം മനസ്സിലായില്ല. നേരെ മറിച്ച് ഒരു മഹാഗൃഹസ്ഥനെ പോയി നമസ്കരിച്ച് സന്യാസയോഗം ഒന്നും ഇല്ലാണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിനൊരു യുക്തിയുണ്ട്. ശ്രീകൃഷ്ണനെ പോലുള്ള ആൾക്കാരെടുത്ത് പോവുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, അതിന് യുക്തിയുണ്ട്. ശിവന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കാരണം ശിവനാള് താപസപ്രിയനാ. അവിടെ ശ്രീകൃഷ്ണൻ്റെ അടുത്താണ് പോകേണ്ടത്. 8 പത്നിമാർ, ഓരോ പത്നിയിലും 10 കുട്ടികൾ, പിന്നെ കല്യാണം കഴിക്കാണ്ടും ഉണ്ട് മക്കള്, അത് വേറെ. ചിന്തിക്കുക. അങ്ങനെയുള്ള ഒരാളടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ തിരക്കിട്ടില്ല. കൃഷ്ണ, എനിക്ക് സന്യാസയോഗം ഒന്ന് ഇല്ലാണ്ടാക്കി തരണേ. ഇത് കേട്ടിട്ട് ആരും ചിദാനന്ദ സ്വാമിക്ക് അടുത്ത് പറഞ്ഞയക്കുന്നത് ഇല്ലാണ്ടാക്കണ്ട കേട്ടോ. അവര് വന്നോട്ടെ, അത് വേറെ വിഷയം. പക്ഷെ അതിന്റെ യുക്തിരാഹിത്യാണ് മനസ്സിലാവാത്തത്. ഇതാണ് സ്ഥിതി. അന്തവത്ത് ഫലം തേഷാം. അനൽപഫലം കിട്ടാവുന്ന അവസ്ഥയുണ്ട്. ഈ അനൽപമായത് കിട്ടാവുന്നിടത്ത് പോയിട്ടും ഈ അല്പമാണല്ലോ ചോദിക്കുന്നത്. ഇതാണ് പ്രശ്നം. വിനാശീ ഫലം തേഷാം തദ്ഭവതി അല്പമേധസാം അല്പപ്രജ്ഞാനാം. അവരതേ പ്രാർത്ഥിക്കുന്നുള്ളൂ. നശിച്ചു പോകുന്ന വസ്തുക്കളെ കുറിച്ചാണ് പ്രാർത്ഥിക്കണം. അതിൽ അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. ദേവാൻ ദേവയജോയാന്തി. അപ്പോ അങ്ങനെ അല്പങ്ങളായവരെ പ്രാർത്ഥിച്ച് അല്പം തരാൻ കഴിവുള്ളവരുടെ പിന്നാലെ അവർ പോകും. ദേവാൻ ദേവയജോയാന്തി. ദേവയജഹ ദേവാൻ യജന്തീതി ദേവയജഹ. ദേവന്മാരെ യജിക്കുന്നവര് പൂജിക്കുന്നവരാരോ അവർ ആണ് ദേവയജഹ. അവര് ദേവന്മാരെ പ്രാപിക്കും. ദേവന്മാരവരോട്ട് വിടുകയില്ല കേട്ടോ. അതും വേണം, മനസ്സിലായില്ല? ദേവന്മാരവരെ വിടില്ല. അത് ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അന്യോസാവന്യോഹം, അവൻ വേറെയാണ് ഞാൻ വേറെയാണ് എന്ന് വിചാരിക്കുന്നവര് സ ദേവാനാം പശു, അവൻ ദേവന്മാരുടെ പശുവാണ്. ഞാനൊന്ന് വേറെ ഈശ്വരനൊന്ന് വേറെ എന്ന് വിചാരിക്കുന്നവര് ദേവന്മാരുടെ പശുവാണ്. എൻ്റെ ദേവന്മാരുടെ പശുവാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ പശുവെ പോറ്റുന്നു, അതിന് പുല്ല്, വെള്ളം, പിന്നെന്താ പിണ്ണാക്ക്, യൂറിയ, ഫാക്ടം ഫോസ് എല്ലാം കൊടുത്ത് വളർത്തുന്നു. അതെ. എന്നിട്ട് അതിൽ നിന്ന് കറന്നെടുക്കുന്നു പാല്. നമ്മൾ പറയും പശു എനിക്ക് പാൽ തരുന്നു എന്ന്. ഉണ്ടോ? തരുമോ? ലോകത്തിൽ ഏതെങ്കിലും പശു നമുക്ക് പാല് തന്നിട്ടുണ്ടോ? തരില്ല. നമ്മൾ എടുക്കുകയാണ്. അത് അതിൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം നമ്മൾ ബലപൂർവകം എടുക്കും. എന്നിട്ട് പറയും പശു എനിക്ക് പാൽ തരുന്നു. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണം. പശുവിന് ഗുണം എന്ത്? വെള്ളം, പുല്ല് തുടങ്ങിയവ ഒരു സ്ഥലത്തു നിന്ന് കിട്ടും. നമുക്ക് ഗുണം പാല് നമുക്ക് കിട്ടും. ഇതുപോലെ ഈശ്വരനൊന്ന് വേറെ ജീവനൊന്ന് വേറെ എന്ന് വിചാരിക്കുന്നവർ ദേവന്മാരുടെ പശുവാണ്. അവർ ദേവന്മാർക്ക് എപ്പോഴും കൊടുത്തോണ്ടിരിക്കും. അഗ്നയേ സ്വാഹ, ഇന്ദ്രായ സ്വാഹ, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതിന് പകരം അവരിങ്ങോട്ട് അനുഗ്രഹം കൊടുക്കും. അത് നല്ലൊരു ഒരു ഒരു കൂട്ടുകച്ചവടമാണ്. അപ്പൊ ഇവര് ഈ തൊഴുത്തുനിന്ന് വിട്ടുപോണത് അവർക്ക് ഇഷ്ടാവുമോ? ഇഷ്ടാവില്ല. അതുകൊണ്ട് ആരെങ്കിലും ആത്മവിചാരം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ദേവന്മാർ തടസ്സം നിൽക്കും. നമ്മുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കാൻ, ആത്മജ്ഞാനത്തിലേക്ക് ഉയരാതിരിക്കാൻ വേണ്ട പണിയൊക്കെ അവർ ചെയ്യും. കാരണം തൊഴുത്തിലെ പശു കുറയരുത്. ഉപനിഷത്തെ ഇത് പറയൂ കേട്ടോ, വേറാരും ഇത് പറയില്ല. അതുകൊണ്ട് അങ്ങനെ അല്പങ്ങളായ ഫലങ്ങളെ തരാൻ കഴിയുന്നവരെ സേവിച്ച് അതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടിയിട്ട് കഴിയും കുറേ പേര്. 99.999% പേരും അങ്ങനെയാവും. മദ്ഭക്തായാന്തി മാമപി, എൻ്റെ ഭക്തന്മാർ എന്നെ പ്രാപിക്കും. അവിടെ ശ്രീകൃഷ്ണൻ അർത്ഥം എടുക്കരുത്. ശ്രീകൃഷ്ണൻ അർത്ഥം എടുത്താൽ ദേവതയായിപ്പോവും. അപ്പൊ ഭാഷ്യകാരൻ പറയാണ്, ഏവം സമാനേ അപ്പി ആയാസേ, ആയാസം തുല്യാണ്. ഇല്ലേ? ഭഗവാന്റെ തത്വാനുസന്ധാനം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പ്രത്യേകം ദേവതകളെ പൂജിക്കുക, ആയാസം തുല്യമാണ്. എന്നിട്ടും അനന്തഫലമായ എന്നെ പ്രാപിക്കാതെ ഈ അല്പഫലത്തിന് പിന്നാലെ പെട്ടുപോവുകയാണല്ലോ നാട്ടുകാരൊക്കെ. അഹോ കഷ്ടം ഖലു, ഇതെന്തൊരു കഷ്ടാത്. ഭഗവാൻ തന്നെ കരച്ചിൽ വരിക. അഹോ ഖലു കഷ്ടം, വല്ലാത്തൊരു സങ്കടം കിട്ടുമോ എന്ന് ഭഗവാൻ പറയുക. ഇത് വലിയൊരു സങ്കടം തന്നെയാണ്. ഇത് അനുക്രോശം ദർശയതി ഭഗവാൻ. ഭഗവാൻ തന്റെ സങ്കടത്തെ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ അനുക്രോശം, അങ്ങ് സങ്കടം കൊണ്ട് ഭഗവാൻ കരച്ചിൽ വരികയാണ്. ഇത് ഈ ജനങ്ങൾക്ക് ഈ കണ്ട ബുദ്ധി എല്ലാം ഉണ്ട്. എങ്ങനെയൊക്കെ ഈ ലോകത്തിലേക്ക് വിട്ടിട്ടും അല്പങ്ങളായ ഫലങ്ങളുടെ പിന്നാലെ പെട്ടിട്ട് ഈ ജനങ്ങൾ വട്ടം കറങ്ങുകയാണല്ലോ, അതിനപ്പുറത്തത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭഗവാന് പോലും ദുഃഖം. അപ്പം നമ്മൾ ഭഗവാനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് പറയണത്. ഭഗവാനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് തത്വത്തെ അനുസന്ധാനം ചെയ്യുന്നവരാവണം. ഈ അല്പങ്ങളായ ഫലങ്ങളുടെ പിന്നാലെ പെട്ടുപോകരുത്. വ്യക്താണോ? നോക്കൂ, കിം നിമിത്തം മാമേവ ന പ്രപദ്യന്തേ, കിം നിമിത്തം മാം ഏവ ന പ്രപദ്യന്തേ ഇതി ഉച്യത്തെ. എന്തുകൊണ്ടാണ് ഭഗവാനെ പ്രാപിക്കാത്തത് ജനങ്ങൾ?
രണ്ടിനും തുല്യ ആയാസമാണ്. ഒന്ന് അനൽപമായ പൂർണ്ണ ഫലത്തിലേക്ക് എത്തുന്നതാണ്, മറ്റത് അല്പങ്ങളായ പലതിനെ നേടുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അനൽപമായ പൂർണ്ണതയിലേക്ക് മനുഷ്യന്മാരെത്താത്തത്? എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? നേരത്തെ പറഞ്ഞു, അത് കാമൈസ്തൈസ്തൈ ഹൃതജ്ഞാനാഹ പ്രപദ്യന്തേന്യ ദേവതാഹ എന്ന് നേരത്തെ പറഞ്ഞു. എങ്കിലും ഒന്നും കൂടി പറയുകയാണ്, ഒന്നും കൂടി പറഞ്ഞ് തന്നെ പറഞ്ഞ് ഉറപ്പിക്കുക. നോക്കൂ,